ഈവന്റ് പ്ലാനേഴ്സിന്റെ ആവശ്യം ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരു കല്യാണം വന്നാൽ അത് നിയന്ത്രിക്കാൻ നമ്മളെ കാരണവന്മാർ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും. അവരാണ് നമ്മളെ പണ്ടത്തെ കല്യാണങ്ങളൊക്കെ നിയന്ത്രിക്കുക. ഫുഡ് ഏത് പണ്ടാരിനെ കൊണ്ട് ഉണ്ടാക്കിക്കണം, കല്യാണം ആരൊക്കെ വിളിക്കണം, സദ്യ ആയിരിക്കണോ ബിരിയാണി ആയിരിക്കണോ, എങ്ങനെയൊക്കെ തീരുമാനിക്കുന്ന ആ മുതിർന്ന ആളുകളാണ്. ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോഴത്തേനും ആ മുതിർന്ന ആളുകൾക്കും ഇപ്പോഴത്തെ പുതുതലമുറകൾക്കും ടെൻഷൻ താങ്ങാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. കാരണം ഇവരെ ജോലിയുടെ സ്ട്രെസ്, അല്ലെങ്കിൽ ഇവർ വിദേശത്തുള്ള ആളുകളായിരിക്കാം, ബിസിനസ്സുകാരായിരിക്കാം, ഇവർക്കൊന്നും ഈ വിവാഹം ആയിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാംസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടെൻഷനുകളൊന്നും താങ്ങാൻ പറ്റില്ല. പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അവരുടെ തീം ഉണ്ടാവുമല്ലോ. ഓരോ ക്ലയന്റിനും അവരുടേതായിട്ട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. 1000 പേര് പങ്കെടുക്കണം, 1000 കുടുംബാംഗങ്ങൾ തന്നെ പങ്കെടുക്കണം. അതിൽ ഒരു 12 ഐറ്റംസോളം ഫുഡ് ആയിരിക്കണം. പിന്നെ ഇതിൻ്റെ ഡെക്കറേഷൻ്റെ ഒരു തീം എന്ന് പറയുന്നത് ഒരു പർപ്പിൾ കളറിലായിരിക്കണം. ഡെക്കറേഷൻ പർപ്പിൾ ആയിരിക്കണം, എൻട്രൻസ് ഒക്കെ പർപ്പിൾ ആയിരിക്കണം. അവിടെ ഫുള്ളും എല്ലാ ചുറ്റും നോക്കുമ്പോഴും പർപ്പിൾ കളറിൽ ഫീൽ ചെയ്യണം എന്നുള്ള ആഗ്രഹം ക്ലയന്റിനുണ്ടാവും. ക്ലയന്റിന്റെ ആഗ്രഹവും പരിപാടിയുടെ ഓരോ തുടിപ്പും വിജയത്തിലേക്ക് എത്തിക്കുന്നതിൻ്റെ പ്രധാന പങ്ക് വഹിക്കുന്നത് ആരാണെന്ന് വെച്ചാൽ അത് ഈവന്റ് പ്ലാനേഴ്സാണ്. കോർഡിനേറ്റ് ചെയ്യുന്നതും, ഫുഡ് ഉണ്ടാക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ കോർഡിനേറ്റ് ചെയ്യാൻ അറിയില്ല, കഴിയലുണ്ടാവില്ല. അതേപോലെ ഡെക്കറേഷൻ്റെ ആളുകൾക്ക് കോർഡിനേഷൻ കഴിയില്ല. എങ്ങനെ ആയിരിക്കണം ഒരു സിറ്റിംഗ്, എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ എത്ര പേര് ക്രൗഡിനെ നിയന്ത്രിക്കാൻ എങ്ങനെയാണ് സാധിക്കുക എന്നുള്ളതൊക്കെ പ്ലാനിങ്ങിലൂടെ ഓരോ പ്രോഗ്രാമും വലിയ വിജയത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ടാണ് ഈവന്റ് പ്ലാനേഴ്സിന്റെ ആവശ്യകത ഓരോ പ്രോഗ്രാമിനും കൂടി വരുന്നത് എന്നുള്ളതാണ്.